ഗൈസ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു താരം കൂടി ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നു ഈ ഒരു ജനുവരിയിൽ. ബിജോയ് വർഗീസ് എന്ന് പറയുന്ന മലയാളി താരമാണ്. അദ്ദേഹം ഇന്റർകാഷിലേക്ക് ഒരു പെർമനന്റ് ഡീലിൽ പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് നടന്ന ഇന്റർകാഷിയുടെ മത്സരത്തിൽ അദ്ദേഹം ഇതിനോടകം തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതൊരു നല്ല സൂചനയാണ്. ഇപ്പം അബാസിനെ പോലത്തെ ഒരു കോച്ച് അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യുന്നു വന്ന ഉടനെ. കാരണം ഇന്ന് അനൗൺസ്മെൻറ്റ് രണ്ട് ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് വന്നു, ഇന്ന് നടന്ന മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്. സോ ലാസ്റ്റ് സീസണിൽ അദ്ദേഹം ഇന്റർകാഷിയുടെ ഒപ്പം കളിച്ച പ്ലെയറാണ്. ലോൺ അടിസ്ഥാനത്തിലാണ് അന്ന് പോയത്. അന്ന് അദ്ദേഹം ഒരു സ്ഥിരം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വന്നൊരു പ്ലെയറാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഇഞ്ചറി പറ്റിയിട്ട് പിന്നീട് സീസൺ ഔട്ടായി പോകുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വന്നത്. അതിനുശേഷം കംപ്ലീറ്റ്ലി ഫിറ്റായിട്ടൊക്കെ ഇപ്പോഴാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് മത്സരത്തിലൊക്കെ സ്ക്വാഡിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ മിനിറ്റ്സ് ഒന്നും തന്നെ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 24 വയസ്സുകാരനായിട്ടുള്ള താരം, ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള താരമാണ്. ഫോർ മീ ഇദ്ദേഹം ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയായിരുന്നു ഇദ്ദേഹം. ആസ് എ സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ പറഞ്ഞ പോലെ നല്ല ഫിസിക്കൽ ഇതുണ്ട്, അതുപോലെ ഏരിയയിൽ അദ്ദേഹം മികച്ചതാണ്, നല്ല ബോൾ പ്ലേയിങ് ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി, അദ്ദേഹം ഒരു ബ്രേവ് ആയിട്ടുള്ളൊരു സെൻറ്റർ ബാക്ക് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിനൊരു എക്സ്പീരിയൻസിൻ്റെ ഒരു പ്രശ്നം അതുണ്ടായിരുന്നു. സോ അതിപ്പോൾ അറിയാമല്ലോ, ഒരു KPL ലെവലിലൊക്കെ കളിച്ച് അവിടുന്ന് പെട്ടെന്ന് ISL പ്രൊമോട്ട് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് അതുണ്ടാകും. പക്ഷേ അതിനിപ്പോൾ ലോണിലൊക്കെ പോയി തിരിച്ചു വന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഒരു ബെറ്ററായി വരും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന താരമാണ്. നമുക്ക് KBFCയുടെ ഒരു യൂത്ത് പ്രൊഡക്റ്റ് എന്ന ലെവലിൽ പറയാൻ പറ്റുന്ന താരമാണ്. ഇപ്പോൾ ഇവാൻ ആദ്യമായിട്ട് ഒരു ISL മത്സരം കളിക്കുമ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യിച്ചത് ബിജോയൊക്കെയാണ്. പിന്നീടാണ് ഇപ്പോൾ ഹോമിപ്പാമോ അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ കയറി വന്നത്. അന്ന് പറഞ്ഞ പോലെ ഒരു ഇൻഎക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അദ്ദേഹത്തിലുണ്ടായിരുന്നത്. ഇനിയിപ്പം അദ്ദേഹം ഇന്റർകാഷിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു നല്ല പ്ലെയർ, ഒരു നല്ല ടാലൻറ്റ് എന്ന നിലയിൽ പോകുന്നതിൽ കുറച്ച് വിഷമമുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്റർകാഷി ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കും ഒക്കെ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് കളിച്ചൊക്കെ തന്നെ അദ്ദേഹം ISLലേക്കും എത്തി. ISL ഒരു സ്റ്റാർട്ടർ എന്ന ലെവലിലേക്കൊക്കെ വരട്ടെ. സ്റ്റിൽ അദ്ദേഹം യങ് ആണ്, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ക്ലബ്ബ് ചൂസ് ചെയ്യട്ടെ എന്നുള്ളതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്കും 2-8 എന്നുള്ളതാണ് സ്കോർ. അത് ഓരോ താങ്ക് യു പോസ്റ്റ് വരുമ്പോഴും, ഓരോ താരങ്ങൾ വേർപിരിഞ്ഞ് പോകുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്താണെന്നറിയാം. ഒന്നും കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നും കൂടി ഉണ്ട് ബാക്കി എന്നുള്ളൊരവസ്ഥയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായും പോസ്റ്റ് ചെയ്യാൻ.